ഹാഷ്ടെക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിൻഡോസ് 10 ഡ്രൈവേഴ്സ് എങ്ങനെ ചെയ്യാം, ഓഫീസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം, നിനൈറ്റ് എന്ന സോഫ്റ്റ്വെയർ വെച്ച് നോർമൽ സോഫ്റ്റ്വെയർസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യാം. ആദ്യമായി നമുക്ക് വിൻഡോസ് 10 ഡ്രൈവേഴ്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിന് ഈസിയാണ്. ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത ശേഷം മൈ കമ്പ്യൂട്ടറിൻ്റെ റൈറ്റ് ബട്ടൺ ഓപ്പൺ ചെയ്ത് പ്രോപ്പർട്ടീസിൽ പോയി ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് ഡിസ്പ്ലേ അഡാപ്റ്റേഴ്സ് എന്ന് കാണാം. അതായിരിക്കും നമ്മുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഡ്രൈവർ. അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് യുവർ ഡ്രൈവേഴ്സ് സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്യുക. ഡ്രൈവേഴ്സ് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾക്ക് എത്ര ഡ്രൈവേഴ്സ് അതിൽ മിസ്സിംഗ് ഉണ്ട് അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നിനൈറ്റ് എന്ന പ്രോഗ്രാം ഉപയോഗിച്ച് എങ്ങനെ നോർമൽ സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ബ്രൗസർ ഓപ്പൺ ചെയ്ത് നിനൈറ്റ് എന്ന വെബ് പേജ് ഓപ്പൺ ചെയ്യുക. അതിൽ വളരെ കൂടുതൽ സോഫ്റ്റ്വെയർസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് യുവർ നിനൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. എന്നിട്ട് നിനൈറ്റ് എന്ന പ്രോഗ്രാം റൺ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി എല്ലാ പ്രോഗ്രാംസും ഡൗൺലോഡ് ആവും. ആൻറ്റിവൈറസ് ഡിസേബിൾ ചെയ്ത ശേഷം നമുക്ക് വിൻഡോസിൻ്റെയും മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെയും ക്രാക്കും മൈക്രോസോഫ്റ്റ് ഓഫീസും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായി നമുക്ക് യൂടോറൻറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ ആദ്യം ആവശ്യമാണ്.
അടുത്തായി നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ഉപയോഗിച്ച് വിൻഡോസിൻ്റെയും മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെയും ക്രാക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ക്രാക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്ത് ക്രാക്ക് ചെയ്യാവുന്നതാണ്. വിൻഡോസും മൈക്രോസോഫ്റ്റ് ഓഫീസും ആക്ടിവേറ്റഡ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.